ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. മലയാളികളുടെ പ്രിയപ്പെട്ട പഴങ്ങളിലൊന്നാണ് ഏത്തപ്പഴം, അല്ലേ? ഏത്തപ്പഴം പല രീതികളിലും നമ്മൾ കഴിക്കാറുണ്ട്. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നവരുണ്ട്. ഏത്തപ്പഴത്തിൽ നെയ്യും ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കഴിക്കുന്നവരുണ്ട്. ഏത്തപ്പഴം കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. പഴംപൊരി രൂപത്തിൽ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്നത്. ഈ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ഭക്ഷണമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളായ പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, അയൺ, പൊട്ടാസ്യം എന്നിവയെല്ലാം അടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ഏത്തപ്പഴം. ഏത്തപ്പഴം ഒരു നേരത്തെ ഭക്ഷണമായി നമുക്ക് കഴിക്കാവുന്നതാണ്. കാരണം ശരീരത്തിന് ഏറ്റവും നല്ല ഊർജവും ശക്തിയും നൽകുന്ന ഒന്നാണ് ഏത്തപ്പഴം. 100 ഗ്രാം ഏത്തപ്പഴത്തിൽ 105 കലോറിയാണുള്ളത്. ഇനി പുഴുങ്ങിയ ഏത്തപ്പഴം നല്ല കാർബോഹൈഡ്രേറ്റുകളാൽ സമ്പുഷ്ടമാണ്. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം ഇത് പുഴുങ്ങി കഴിക്കുമ്പോൾ ഏത്തപ്പഴത്തിലെ നാരുകൾ ബ്രേക്ക് ആവുകയും പഴത്തിലെ പൊട്ടാസ്യവും നാരുകളും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല നല്ല ദഹനത്തിനും പുഴുങ്ങിയ ഏത്തപ്പഴം കഴിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ഗ്യാസ്, അസിഡിറ്റി, IBS പോലുള്ള രോഗങ്ങളുള്ളവർക്കും പ്രായക്കൂടുതലുള്ളവർക്കും ദഹന പ്രശ്നങ്ങളുള്ളവർക്കുമൊക്കെ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്. പുഴുങ്ങിയതിനു ശേഷം ചെറു ചൂടോടെ വേണം ഏത്തപ്പഴം കഴിക്കാൻ. ഇനി ഏത്തപ്പഴത്തിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ പഴം ഒരു നേരത്തെ ഭക്ഷണമായി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമായി ഏത്തപ്പഴം കഴിക്കാവുന്നതാണ്. പലരും മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഏത്തപ്പഴം കഴിക്കാറുള്ളത്, അല്ലേ? ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏത്തപ്പഴം കഴിക്കുമ്പോൾ മറ്റു ഭക്ഷണങ്ങളിലെ കാർബോഹൈഡ്രേറ്റിനൊപ്പം ഏത്തപ്പഴത്തിലെ കാർബോഹൈഡ്രേറ്റ് കൂടിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കലോറി കൂടാൻ ഇടവരും. അതിനാൽ ഏത്തപ്പഴം മെയിൻ ഡിഷായും കഴിക്കാവുന്നതാണ്. ഏത്തപ്പഴം പുഴുങ്ങുന്നവർ ആവിയിൽ വേവിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഏത്തപ്പഴം വെള്ളത്തിലിട്ട് പുഴുങ്ങരുത്. ഇത് തൊലിയോടുകൂടെ വേണം വേവിക്കാൻ. കാരണം പഴത്തിൻ്റെ തൊലിയിൽ വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പോളിഫീനോളുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഏത്തപ്പഴം പുഴുങ്ങുമ്പോൾ തൊലിയിലുള്ള പോഷകങ്ങളും പഴത്തിലേക്ക് വന്നു ചേരും. പഴത്തൊലിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളായ പോളിഫീനോളുകൾ എന്നിവ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ സഹായിക്കുന്നു. മാത്രമല്ല വൈറ്റമിൻ എ പഴത്തിനേക്കാൾ കൂടുതൽ പഴത്തൊലിയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇതുകൂടാതെ പഴത്തൊലിയിലെ വൈറ്റമിൻ B6 പഴത്തിലെ ട്രിപ്റ്റോഫാനുമായി ചേർന്ന് സ്ട്രെസ് കുറയ്ക്കാനും പകരം സന്തോഷം നൽകുന്ന സെറാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ വൈറ്റമിൻ B6 ടെൻഷനും സ്ട്രെസ്സും കുറച്ച് ശാന്തമായി ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഉറക്കക്കുറവുള്ളവർ നല്ല ഉറക്കം കിട്ടുന്നതിന് തൊലിയോടുകൂടെ പുഴുങ്ങിയ ഏത്തപ്പഴം രാത്രിയിലെ ഭക്ഷണമായോ അല്ലെങ്കിൽ വൈകിട്ടോ കഴിക്കാവുന്നതാണ്. ഇനി ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഊർജം ലഭിക്കാനുമെല്ലാം ഏത്തപ്പഴം പുഴുങ്ങി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ പഴം പുഴുങ്ങുമ്പോൾ പഴത്തിലെ വൈറ്റമിൻ സി കുറയും. നല്ലപോലെ പഴുത്ത പഴത്തിലാണ് വൈറ്റമിൻ സി ധാരാളമായുള്ളത്. അതിനാൽ പഴം പുഴുങ്ങുന്നവർ പുഴുങ്ങാനായി നന്നായി പഴുത്ത പഴം, അതായത് കറുത്ത തൊലിയോട് കൂടിയുള്ള പഴം ഉപയോഗിക്കാതിരിക്കുക. പുഴുങ്ങിയ പഴത്തിൽ നാരുകൾ ധാരാളമുള്ളതിനാൽ കുട്ടികളിലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏത്തപ്പഴം പുഴുങ്ങി നെയ്യ് ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി BP കുറയ്ക്കാനും രക്തധമനികളിൽ തടസ്സം വരാതെയും ഇരിക്കാൻ അധികം പഴുക്കാത്ത ഏത്തപ്പഴം കഴിക്കാവുന്നതാണ്. ഇതിലെ വൈറ്റമിൻ B6 ആണ് ഇത്തരം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. പുഴുങ്ങിയ ഏത്തപ്പഴവും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്